സംശയമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവിടെ അത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. കാരണം അവിടെ ഇതുവരെ ഇത്രയും ദിവസമായിട്ടും അവിടെ ഇറങ്ങിയുള്ളൊരു പരിശോധന സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ഇറങ്ങാനുള്ള സൗകര്യം ആദ്യം ബോട്ടിലെത്തിയ സംഘം പരിശോധിച്ചു. അവിടെ ഇറങ്ങാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം കൂടുതൽ ആളുകൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതായത് ആ പ്രദേശം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 15-20 മീറ്റർ മുകളിലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. കാരണം ഇന്നലെ മണ്ണിടിഞ്ഞതും ഈ സിഗ്നൽ കിട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്ന് കുറച്ചും കൂടി മുകളിലായിട്ട് ഒരു 15 മീറ്ററോളം മുകളിലായിട്ടാണ്. ഒരുപക്ഷെ ലോറിയുടെ നീളമാണെങ്കിൽ ഏതാണ്ട് 10 മീറ്ററോളം നീളമുള്ള ലോറിയാണ്. ഏതാണ്ട് ആ സ്ഥലത്ത് തന്നെയാണ് വീണ് കിടക്കുന്നതെങ്കിൽ ഏതാണ്ട് അതിന് സമാനമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ വ്യാപകമായുള്ള ഒരു പരിശോധന നടക്കുന്നത്. ഓക്കെ, അഭിലാഷ് തുടരണം. ഞാനൊന്ന് പ്രേക്ഷകർക്ക് വിശദീകരിക്കാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന സ്ഥലം നമ്മൾ മാപ്പിങ്ങിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ലോറി കിടന്ന സ്ഥലം ഇവിടെയാണ്. ഇതാണ് ലോറി കിടന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്നും തൊട്ട് നേരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. നേരത്തെ നമ്മൾ സ്പോട്ടായിട്ട് ഇന്നലെ NDRFിൻ്റെയും നേവിയുടെയും സംഘം തെരച്ചിൽ നടത്തിയത് ഇതാണ് ലക്ഷ്മണൻ്റെ ധാബ. ഈ ലക്ഷ്മണൻ്റെ ധാബ നിന്ന സ്ഥലത്തിന് നേരെ താഴെയായിട്ട് 20 അടി താഴ്ചയിലാണ് ഈ ഭാഗത്താണ് ഇന്നലെ അന്വേഷണം നടത്തിയത്. ഇതായിരുന്നു ഇതുവരെയുള്ള സ്പോട്ട് 1. പക്ഷേ ഇപ്പോഴുള്ള അന്വേഷണം നടക്കുന്ന സ്ഥലം അവിടെ നിന്നും ഒരു 10-15 മീറ്റർ മാറി നേരെ ലോറി പാർക്ക് ചെയ്ത ഈ സ്പേസിൽ നിന്നും, ഇവിടെയാണ് ലോറി പാർക്ക് ചെയ്തിരുന്നതെന്ന് കരുതുക, ഈ ലോറി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും നേരെ താഴെയുള്ള ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ സ്പോട്ട് നമ്പർ 1 ആയി നമ്മൾ കണക്കാക്കുന്നത് ഇതാണ്. സോ നമുക്ക് 2-3 സ്പോട്ടുകൾ കൂടി കിട്ടുന്നു. സ്പോട്ട് നമ്പർ 1 ലക്ഷ്മണൻ്റെ ധാബയുടെ കുറച്ചുകൂടി അപ്പുറത്ത്, സ്പോട്ട് നമ്പർ 1. സ്പോട്ട് നമ്പർ 2 ലക്ഷ്മണൻ്റെ ധാബയുടെ താഴെ, സ്പോട്ട് നമ്പർ 3 ഈ പുഴയിൽ നിന്നും 40 മീറ്റർ അകലെ. ഇങ്ങനെ 3 സ്പോട്ടുകളാണ് നമുക്കിപ്പോഴുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇപ്പോൾ NDRFിൻ്റെയും നേവിയുടെയും സംഘം നേരിട്ടിറങ്ങി തിരച്ചിൽ നടത്തുന്നത് ലക്ഷ്മണൻ്റെ ധാബയുടെ തൊട്ട് കിഴക്കോട്ട് ഒരു 15 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അധിക വ്യത്യാസം ഈ സ്ഥലങ്ങൾ തമ്മിലില്ല. അപ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക്കായ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നതാണ്. വീണ്ടും പ്രതീക്ഷ ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഫീൽഡിൽ നിന്ന് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. സ്പോട്ട് നമ്പർ 1 ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ സ്പോട്ട് നമ്പർ 1 ലക്ഷ്മണൻ ധാബയുടെ അല്പം കൂടി 15 മീറ്റർ കൂടി മാറിയുള്ള പ്രദേശമാണ്. അവിടെയാണ് ലോറി പാർക്ക് ചെയ്തിരുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇനി മണ്ണെടുക്കാൻ പോകുന്നത്. കരയിലുള്ള മണ്ണെടുപ്പ് ഏകദേശം മാറ്റിക്കഴിഞ്ഞു. അതായത് പുഴയുടെ തീരത്തുള്ള കരയിലുള്ള മണ്ണെടുപ്പ് റോഡിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി താഴെ നിന്നുമാണ് മണ്ണെടുക്കേണ്ടത്. മുകളിലെ ഉദ്യോഗസ്ഥരെ കാണാം. താഴെ നിന്നും മുകളിലേക്ക് ഉദ്യോഗസ്ഥർ കയറിപ്പോകുന്നതും മുകളിൽ നിന്ന് താഴേക്ക് ഉദ്യോഗസ്ഥർ വരുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ഏറ്റവും നിർണായകമായ കാഴ്ചകളാണ്. ഒരുപക്ഷേ ഈ തെരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. NDRFും നേവിയും പുഴയിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പുഴയുടെ കരയിൽ ഇപ്പോൾ സ്പോട്ട് നമ്പർ 2 അന്വേഷണം നടക്കുകയാണ്. സ്പോട്ട് നമ്പർ 2 എന്നത് ലക്ഷ്മണ ധാബയുടെ അല്പം കൂടി ഒരു 15 മീറ്റർ മാറിയുള്ള പ്രദേശമാണ്. കിഴക്കോട്ടാണ്. ഈ ലക്ഷ്മൺ ധാബയുടെ കിഴക്കോട്ട് ഒരു 15 മീറ്റർ മാറിയുള്ള പ്രദേശത്താണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. പുഴയുടെ വക്കിൽ 16-20 അടി താഴ്ചയിൽ ലോറി വന്ന് വീണിട്ടുണ്ടാകാം. അതിന് മുകളിൽ മണ്ണും ചെളിയും അടിഞ്ഞിട്ടുണ്ടാവാം എന്നത് ഏറെക്കുറെ കൃത്യമായ രീതിയിലുള്ള ഒരു ഫോക്കസിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് ലോങ് റേഞ്ച് എക്സ്കവേറ്ററുകൾ വരാനാണ്. പക്ഷേ അതിന് മുമ്പൊരു നിർണായകമായ വിവരം ലഭിക്കുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ആ ദൃശ്യങ്ങൾ നോക്കൂ. ആ ദൃശ്യങ്ങളിൽ NDRFിൻ്റെ പ്രവർത്തകർ ആ മണ്ണിലിറങ്ങി ഇപ്പോൾ പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടർ TVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് ഇത് എന്ന് നമുക്കറിയാം. ഇതുവരെയും ആ മണ്ണിലേക്ക് ആ ഭാഗത്തേക്ക് മുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ആ മണ്ണിലേക്ക് ഈ ഉദ്യോഗസ്ഥർ ഇറങ്ങി അവിടെ പരിശോധന നടത്തുന്നു. ഒരു 30 അടിയോളം നീളമുള്ള ലോറിയാണ്. 12-16 അടിയോളം വീതിയുള്ള ലോറിയാണ്. അതിൽ മരക്കഷണങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ആ ടിപ്പർ കിടക്കുന്നതിൻ്റെ താഴെ പതിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അല്പം മണ്ണ് നീക്കിയാൽ തന്നെ നമുക്കറിയാവുന്നതാണ്, നമുക്ക് കിട്ടാവുന്നതാണ്. ഇപ്പോഴാണ് ആ ഭാഗത്തേക്ക് മണ്ണ് നമുക്ക് നീക്കിയെത്താൻ കഴിഞ്ഞത്. നോക്കൂ, 4-5 ഉദ്യോഗസ്ഥർ ആ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരവിടെയുള്ള പരിശോധന നടത്തുകയാണ്. അവരുടെ കയ്യിൽ ചെറിയ മെഷീൻ സംവിധാനങ്ങളുണ്ട്. ഒപ്പം മണ്ണ് മാറ്റുന്ന ചെറിയ ഭാഗങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിലിലേക്ക് എത്തുന്നു. ഇന്നലെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു 10 മീറ്റർ മാറിയുള്ള സ്ഥലത്താണ് ഇപ്പോൾ നേരിട്ട് ഉദ്യോഗസ്ഥർ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ 8 നാളുകളായി ഇതാ 9ാം നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഏകദേശം ഈ സമയത്താണ് 9 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ
കഴിഞ്ഞ ചൊവ്വാഴ്ച ഏകദേശം ഇതേ സമയത്താണ് ഈ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഗംഗാവാലി പുഴയിലേക്ക് അർജുനെയും ഒപ്പമുള്ള 10 പേരെയും കൊണ്ടുപോകുന്നത്. അർജുൻ്റെ ലോറി കിടക്കുന്നുവെന്ന് ഇപ്പോൾ സംശയം ബലപ്പെട്ടിരിക്കുന്നൊരു ഭാഗത്താണ് അന്വേഷണം നടക്കുന്നത്.